ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ട ഡിയോ വണ്ടിയുടെ ഫ്രണ്ട് നമുക്കൊരു പാളിച്ച വെട്ടൽ വണ്ടി സ്കിഡ് ചെയ്ത് വീഴുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ഫ്രണ്ട് കോൺസെപ്റ്റിൻ്റെ T4 ഭാഗം നമ്മൾ അഴിച്ചു ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ബെയറിംഗ് ഒക്കെ അത്യാവശ്യം മോശമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ബെയറിംഗ് മാറ്റിയിടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സസ്പെൻഷൻ ഫ്രണ്ട് സസ്പെൻഷൻ ലിങ്ക് ടൈപ്പാണ് തന്നെ. അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ കോളർ ബുഷും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ അത്യാവശ്യം പ്ലേ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ഒന്ന് ഓടിച്ച് കറക്റ്റ് നമുക്കൊന്ന് കൺഫേം ചെയ്തിട്ട് ഞാൻ നോക്കിയിട്ട് പറയാം. അതേപോലെ ഈ ഒരു ബ്രേക്കിൻ്റെ കേബിൾ നമുക്ക് മാറ്റിയിടണം കേട്ടോ. ആ ബ്രേക്ക് കേബിളും കയറി ചെറുതായിട്ട് ലോഡാവുന്നുണ്ട്. അപ്പോൾ അതൊന്നും മാറ്റിയിട്ടേക്കാം, നമുക്കൊരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട്. കാരണം ഞാൻ ഫ്രണ്ട് ബ്രേക്കൊക്കെ ആകുമ്പോൾ നമ്മൾ അറിയാണ്ടായാലും ഒരല്പം ബ്രേക്ക് കൂടുതൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ സ്കിഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്നും നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കുണ്ടല്ലോ ബാക്കിലേക്ക് തന്നെ ബ്രേക്കിൻ്റെ കേബിളും ഔട്ടർ വലിഞ്ഞേക്കുന്നുണ്ട് ഈ സൈഡ്. അപ്പോൾ ആ രണ്ട് ബ്രേക്കുമായി ബന്ധപ്പെട്ട രണ്ട് കേബിളുകൾ, അതായത് ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് പിടിക്കുമ്പോൾ അപ്ലൈ ആവണ രണ്ട് കേബിളുകളാണ് യൂസിങ് വന്ന രണ്ട് കേബിളാണ് കംപ്ലയിൻറ്റ് വന്നത് കേട്ടോ. അതൊന്ന് ക്ലിയർ ചെയ്തിടാം. ബാക്കിലത്തെ അത്രയും അങ്ങോട്ട് പ്രശ്നമില്ല, പക്ഷെ എന്നാൽ പോലെ എന്ന് വെച്ചാൽ നമുക്ക് ആ ബ്രേക്കുമായി ബന്ധപ്പെട്ട് വന്ന കേസായതുകൊണ്ടാണ് അതൊന്ന് കറക്റ്റ് ആക്കിയിടാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റ് ഹാൻഡിലായി പറഞ്ഞ ബെയറിങ് മാറ്റാം, ബുഷുകൾ മാറ്റി റീസെറ്റ് ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ ഫ്രണ്ടിൽ കിടന്നിരുന്ന ടയർ നമ്മളൊന്ന് ബാക്കിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ആക്കി. കാരണം ഞാൻ അതിൻ്റെ ഈ ടയറിൻ്റെ ഈ പൊസിഷൻ ഒന്ന് ശ്രദ്ധിച്ചോ, ഇതിൻ്റെ തേയ്മാനം വന്നേക്കണുണ്ടത് ഈ ഒരു റൊട്ടേഷനിലെ തേയ്മാനം ഒരു കയറി ഇറങ്ങി ഇവിടെ നിന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും തേയ്മാനം കറക്റ്റ് ഷേവിൽ ഇങ്ങനെ തേഞ്ഞ് വരും. അപ്പോൾ അതെന്താ വെച്ചാൽ നമുക്ക് അതൊന്ന് മാറ്റി റൊട്ടേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് ബാക്കിലേക്ക് ഇടുമ്പോൾ നമുക്കത് പ്രശ്നമില്ല. പക്ഷേ ഫ്രണ്ടിൽ നമുക്ക് പെർഫെക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു വെട്ടലും പാളിച്ചൊക്കെ ഫ്രണ്ടിൽ കാണിക്കും. അപ്പോൾ ഞാൻ ഈ ടയർ ജസ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് എടുത്താണ്. ശരിക്കും നമുക്ക് ഈ മോഡൽ ടയറാണ് യൂസ് ചെയ്യേണ്ടത്, ഫ്രണ്ടിലായാലും ബാക്കിലായാലും. എന്നിട്ട് നമുക്ക് ടയർ ചേഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് പുതിയ ടയർ ഫ്രണ്ടിൽ യൂസ് ചെയ്യണം നല്ലത്. കാരണം എന്താ വെച്ചാൽ ഫ്രണ്ടിൽ നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും ടയറിൻ്റെ ഒരു സൈഡ് റൈറ്റ് സൈഡിലേക്ക് ഒരു അല്പം തേയ്മാനം കാണിക്കും. കാരണം ബാക്ക് സൈഡ് നമുക്ക് ഒറ്റ ഷോക്കേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ചെരിവ്, അതായത് നമുക്ക് ഓടിക്കുമ്പോൾ മനസ്സിലാവില്ല, ചെറുതായിട്ട് വണ്ടി ലോഡ് എടുക്കുന്നത് റൈറ്റ് സൈഡിലേക്കാണ്. അത് നമ്മളിപ്പോൾ എങ്ങനെയൊക്കെ ചെയ്താലും റൈറ്റ് സൈഡിൽ ഒരു ചെറിയ തേയ്മാനമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുതിയ ടയർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഫ്രണ്ടിലിടാനാണ് ബെറ്റർ. ഇതെനിക്ക് തോന്നുന്നു ഇത് ശരിക്കും മറ്റേ ചേതക്കിനൊക്കെ വന്ന ടൈപ്പാണ്, ബജാജ് ചേതക്കിനൊക്കെ വന്ന ടൈപ്പ് ടയറാണിത്. അപ്പോൾ ശരിക്കും ഇത് പുത്തൻ ടയറാണ്. അപ്പോൾ നമുക്കുണ്ടല്ലോ ബാക്കിയത്തെ ഒന്ന് റെഡി ആക്കിയതിന് ശേഷം ഇപ്പോൾ ഈ ടയറൊന്ന് ഫ്രണ്ടിൽ യൂസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്കതൊന്ന് ഇട്ട് നോക്കാം, എന്തെങ്കിലും പ്രശ്നം കാണിക്കണ്ടോ എന്നുള്ള ദിവസം നോക്കാം. അതിന് ശേഷം ഇപ്പം നമുക്ക് എന്നിട്ടും കംഫർട്ട് അല്ലെങ്കിൽ മാത്രം നമുക്ക് ടയർ മാറ്റിയിട്ടാൽ മതി, ടയർ ചേഞ്ച് ചെയ്താൽ മതി. കാരണം പുതിയതായിട്ട് കണ്ടിട്ട് നമുക്ക് മാറ്റാനേ അങ്ങനെ, കാരണം ഇതെന്തെങ്കിലും തിരിച്ചു കൊടുത്താൽ അവർ എടുക്കാനൊന്നും പോണില്ല. പിന്നെ നമ്മൾ ആ പൈസ നഷ്ടം വരുത്തി വയ്ക്കുന്നുണ്ടല്ലോ. തന്നെയല്ല നമുക്ക് ഫ്രണ്ടിലൊന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ, സെറ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ നമുക്ക് കംഫർട്ടായിട്ട് തോന്നണില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി കളയാം. അതല്ലെങ്കിൽ പിന്നെ വെറുതെ കാശ് കളയണ്ടല്ലോ. ജസ്റ്റ് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം കേട്ടോ. ഇന്നിപ്പോൾ ടയർ മാറ്റാൻ വേണ്ടി എടുത്താൽ ജസ്റ്റ് നോക്കിയിട്ട് ചെയ്യാം, വെറുതെ ക്യാഷ് കളയണ്ടല്ലോ. ഇത്രയും കേസാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട വർക്ക് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റിൻ്റെ ഡീറ്റെയിൽസ് കൂടി വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. ഓക്കെ.